കാഞ്ഞങ്ങാട് നഗരസഭയിൽ പുതിയ ഭരണസമിതി വന്നതിന് പിന്നാലെ പരാതികളുമായി പലരും രംഗത്തെത്തി തുടങ്ങി. ടൗണിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ ചെയർമാന് നിവേദനം നൽകി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡിന് എതിർഭാഗത്തുള്ള ധനലക്ഷ്മി ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്ന വഴിക്ക് മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും മലിനജലവും നീക്കം ചെയ്യാൻ എത്രയും വേഗത്തിൽ ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയതായി അധികാരമേറ്റ നഗരസഭാ ചെയർമാൻ വി രമേശന് പരാതി നൽകിയത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന പ്രദേശത്ത് സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമാണ് ഇവരിതിന് പരിഹാരം തേടിയുള്ള നിവേദനവുമായി നഗരഭരണ കാര്യാലയത്തിൽ എത്തിയത്. കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് ഒരു മാസത്തോളമായി മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുത്തിരിക്കുകയാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നടപടി ഇന്ന് തന്നെ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഏതായാലും നഗരസഭയുടെ ആദ്യത്തെ ചുമതലയേറ്റ് ആദ്യത്തെ നടപടി എന്ന നിലയിൽ അടിയന്തരമായും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണണമെന്ന് വ്യാപാരി വ്യവസായി സമിതിയുടെ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അഭ്യർത്ഥിക്കുകയാണ്. സമിതിയുടെ ഏരിയ സെക്രട്ടറി KV ദിനേശൻ, പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സത്യൻ പടന്നക്കാട്, സുകുമാരൻ വേലാശ്വരം, അനിത രമേശൻ, യൂണിറ്റ് പ്രസിഡന്റുമാരായ ഗംഗാധരൻ അതിയാമ്പൂർ, സുനിൽകുമാർ ആവിക്കര, സെക്രട്ടറി മനോജ് കരുവളം, രാജേഷ് ബേബി വർഗീസ്, സോണിയ എന്നിവരാണ് നിവേദക സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൂടാതെ വരും നാളുകളിൽ പട്ടണത്തിൽ നഗരസഭ നടത്തുന്ന ശുചീകരണം സജീവവും കാര്യക്ഷമവുമാക്കണമെന്നുള്ള ആവശ്യവും സമിതി അംഗങ്ങൾ ചെയർമാന് മുമ്പാകെ വെച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.